ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ഷംലാൽ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ തലപതി വിജയുടെ ഫെയർവെൽ മൂവിയായ ജനനായകൻ കണ്ടിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഡേ കാണാനായിട്ടൊക്കെ ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷേ അഹമ്മദാബാദിൽ ഇവിടെ നല്ല മഴയായിരുന്നു, എല്ലാം ബ്ലോക്കായിരുന്നു കാര്യങ്ങളൊക്കെ. സോ അന്ന് കാണാൻ പറ്റില്ല. സോ ഇന്ന് കണ്ടു. ഓക്കെ, പിന്നെ സി ഒരു വിജയുടെ ലാസ്റ്റ് പടം, അതായത് പുള്ളിയുടെ ഇനി റിലീസുകൾ ഇനി ഉണ്ടായിരിക്കാം. പക്ഷേ അതല്ലാതെ ഇനി പുതിയൊരു പടം വരുമോ ഇല്ലയോ, അതുകൊണ്ട് ഒന്ന് കാണാൻ പോകണം എന്നുള്ളൊരു മനസ്സ് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം അതുകൊണ്ട് അത് കണ്ടു, ഫുള്ളായിരുന്നു. പടം നല്ല ലെങ്തിയാണ്. പിന്നെ ഒരുപാട് വിജയുടെ യൂഷ്വൽ ഒരു 5-6 വർഷങ്ങളായിട്ട് എങ്ങനെയാണോ സിനിമയുടെ ഫോർമാറ്റ്, അതേപോലെ തന്നെയാണ് പോകുന്നത്. അതായത് കുറേ ഇൻട്രോസ്, ഫൈറ്റ്സ്, പിന്നെ കുറച്ച് ഇമോഷൻസ്, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, ഇൻ്റർവെൽ പഞ്ച്, ഈ ഒരു ഫോർമാറ്റാണ് ഏതൊരു വിജയ് പടം പോലെ തന്നെ. വിജയുടെ പെർഫോമൻസിനാണെങ്കിൽ തന്നെ വേറെ പുതുമയായിട്ടുള്ളതൊന്നുമില്ല. ഓക്കെ, ഉണ്ട്, നല്ല നല്ല രീതിയിൽ തന്നെ കൺവിൻസിങ് ആയിട്ട് തന്നെ അഭിനയിച്ചു. ഇമോഷൻ സീൻസ് ആയിക്കോട്ടെ, പിന്നെ മാസ് സീൻസൊക്കെ പറയേണ്ട അടിപൊളി. നല്ല ഈ ഫൈറ്റ് സീൻസൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും പ്രായത്തിൻ്റെ ഒന്ന് ഏജ് ഇസ് ജസ്റ്റ് നമ്പറാണ് പുള്ളിക്ക്. അതുപോലെയാണ് ഫൈറ്റ് സീൻസ് എല്ലാം അടിപൊളി, നല്ല നല്ല ഓറയായിട്ട് എന്ന് വെച്ചാൽ കാണുന്നവർക്കൊക്കെ നല്ല ഇപ്പോഴും നല്ല ആ പഞ്ചും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിന്നെ അതങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് ഇതൊക്കെ ഈ ലീക്കായ പ്രിൻ്റൊക്കെ ഈ ഫോണിലൊക്കെ ഇരുന്ന് കണ്ടിട്ട് ആർക്ക് എന്ത് സുഖം കിട്ടിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം വിജയ് പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറേ ആൾക്കാർ നല്ല ഫുൾ പാക്ഡായിട്ടൊരു തിയേറ്ററിൽ നല്ലതായിട്ട് അലച്ച് വിളിച്ച് ഇങ്ങനെ മാസ്സായിട്ട് നല്ല വൈബിലിരിക്കണം, എന്നാലേ വിജയ് പടം ആകത്തുള്ളൂ. പിന്നെ യൂഷ്വലി ഇത് ഒബ്വിയസ്ലി ഒരു റീമേക്ക് മൂവിയാണ്. ഇതിൻ്റെ ഒറിജിനലായ ഭഗവന്ത് കേസരി അത് ഞാൻ കണ്ടിട്ടില്ല. സോ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് ഒരു ന്യൂ സെറ്റ് ഓഫ് കഥയായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ എപ്പോഴും ഒരു വളരെ ക്ലീഷായിട്ടുള്ള പൊതുവെ ഒരു തമിഴ് തെലുങ്ക് ഒരു പാറ്റേണിലായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ പടം കൊണ്ട് ഗുണപ്പെട്ട 2 പേര്, ഒന്ന് അനിരുദ്ധയാണ്. പുള്ളിയുടെ പ്ലേലിസ്റ്റിൽ പുള്ളിക്ക് കളക്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന 1-2 വേറെ നല്ല സോങ്സും ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സും ഉണ്ട്. പിന്നെ ഉള്ളത് മമിത ബൈജുവിൻ്റെ അസാധ്യ പെർഫോമൻസാണ്. എന്നുവെച്ചാൽ ഇമോഷണൽ സീൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ഷൻ സീൻസ് എന്ന് വെച്ചാൽ ഇത് നല്ല ആക്ഷൻ സീൻസ് ഉണ്ട് പുള്ളിക്കാരത്തിക്ക്. അപ്പം ഒരു വിജയുടെ ലാസ്റ്റ് മൂവിയിൽ വിജയുടെ ഇത്രയധികം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിൽ ഷീ ഈസ് വെരി ലക്കി എന്ന് വെച്ചാൽ. പിന്നെ പയ്യെ പുള്ളി മമിത ബൈജുവിന് ഒരു തമിഴ് ഓഡിയൻസിൻ്റെ കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞാൽ അത് കിട്ടും. പിന്നെന്താ പറയുന്നത്, പിന്നെ ഇത് കുറച്ചൊക്കെ നേരം കുറേ ഒരു പ്രൊപ്പഗണ്ട ഫിലിമാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം ആർക്കൊക്കെയാണോ പറയേണ്ടത് അവരൊക്കെ തന്നെ നല്ലതായിട്ട് പറയുന്നുണ്ട്. അത് അപ്പോൾ തന്നെ മനസ്സിലാകും ഇപ്പം ഇതെന്തിനാണ് ഇതിട്ട് ഡിലേ ആയത്. പിന്നെ പ്രൊപ്പഗണ്ടയാണ്. പിന്നെ ഒരു കുറേ 5-8 സീൻസുകളൊക്കെ കറക്റ്റ് പറഞ്ഞാൽ ഇത് വിജയുടെ മൂവിയുടെ ക്യാമ്പയിൻ തന്നെയാണ്, വിജയുടെ പാർട്ടിയുടെ ക്യാമ്പയിൻ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. പിന്നെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വുമൻസ് സേഫ്റ്റിനെ പറ്റിയും, അതായത് ചിൽഡ്രൻസിനെ ഒരു അബ്യൂസ് ചെയ്യുന്നതിനെയും, പിന്നെ അതിനെപ്പറ്റിയുള്ള കുട്ടികൾക്ക് നൽകേണ്ട അവയർനെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ബോബി ദേയോളും നല്ലൊരു റോൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. വില്ലനാണ്, ട്രെയിലറിലൊക്കെ കണ്ടാണ്. അപ്പം പുള്ളിയുടെ പിന്നെ വിജയുടെ പടമാണ്, ലാസ്റ്റ് പടമാണ്, ഓക്കെ. ബട്ട് എല്ലാ എൻട്രിയിലും ഇങ്ങനെ സ്ലോ മോഷൻ എൻട്രി ആവശ്യമാണോ എന്ന് നമുക്ക് എനിക്കങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ അല്ലാതെ പക്ഷം പിന്നെ ഒബ്വിയസ്ലി ഇതിന് നല്ലൊരു ബഡ്ജറ്റ് ബാക്കപ്പ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇഷ്ടംപോലെ VFX CGI ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എക്സ്ട്രാസ് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് ജനങ്ങൾ, പിന്നെ ഒരുപാട് സെറ്റപ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ബഡ്ജറ്റ് ഇട്ടിട്ടുള്ള കുറേ നല്ല കാഴ്ചകളുണ്ട് ഇതിനകത്ത്. പിന്നെ ബോബി ദേയോളിൻ്റെ ഒരു ഇൻട്രഡക്ഷനിൽ തന്നെ പുള്ളി ഇങ്ങനെ ഒരുപാട് ക്രൂരനാണെന്ന് ഇങ്ങനെ ഒരു ലിഫ്റ്റപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് അത് പുള്ളിയുടെ കുറേ സീൻസൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ
ലിഫ്റ്റപ്പ് കൊടുക്കുന്നതെങ്കിൽ അത് ഇച്ചിരൂടെ ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇഷ്ടംപോലെ പൊളിറ്റിക്സ് ഉണ്ട്. വീണ്ടും ഈ ജാതി മതം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വോട്ട് നേടുക, അത് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം, അതനുസരിച്ച് വോട്ട് ചെയ്യണം. അതൊക്കെ ഇപ്പം എല്ലാ ഒരു സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ കോമഡി സ്കിറ്റിലായിരുന്നാൽ പോലും ഇതുപോലത്തെ ജാതിയും മതം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും വെറുതെ ഇതൊന്നും പാടില്ല. ഇതൊക്കെ വളരെ യൂഷ്വലായിട്ട് അല്ലെങ്കിൽ ക്ലീഷയായിട്ട് പറഞ്ഞു പോയൊരു വിഷയം തന്നെയാണ്. പക്ഷേ എത്ര പറഞ്ഞാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് ലാസ്റ്റിൽ എല്ലാവരും പറയുന്നത്. കാരണം അത് മുഖത്തിലെടുക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അതിൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്സ് കൊണ്ടുള്ള അവരുടെ ഒരു മെത്തേഡ്സാണ് ഇത് മാത്രം. ഒബ്വിയസ്ലി അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല രീതിയിലാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് വളരെയധികം ഒരു പൊളിറ്റിക്കലി ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി അതിൻ്റെ ഒരു ക്യാമ്പയിൻ പോലെ രീതി തന്നെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. പിന്നെ ഒബ്വിയസ്ലി ഇഷ്ടംപോലെ നല്ല മൂമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ സീൻസ് കുറേ ഒരുപാടുണ്ട്. പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വിജയ് മൂവിയാണ്. തെറ്റില്ല, തിരക്കേടില്ല, അത്രയൊക്കെ ഉള്ളൂ. ഇത് വിജയ് മൂവി എന്ന് പറയുന്നത് ജോണറാണ്. ഇപ്പം കോമഡി, ഹൊറർ അല്ലെങ്കിൽ വേറെ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന മാതിരി വിജയ് മൂവി ഇറ്റ്സ് എ ജോണർ. ഓക്കെ, അപ്പം അതിനെ അതായിട്ടുള്ള രീതിയിൽ സെൻസിൽ ഇങ്ങനെ എടുത്ത് കണ്ടാൽ അങ്ങനത്തെ ഒരു എൻജോയബിൾ ആയിരിക്കും. അപ്പം okay, farewell and goodbye to actor Vijay and welcome to Honorable Chief Minister of Tamil Nadu, C. Joseph Vijay. Thank you.